മുത്തുമണി സൺഡേ ആയിട്ട് ഒരു സൺഡേ മിനി വ്ലോഗ് കിടക്കട്ടെ അല്ലേ. അന്നേരം നമ്മൾ രാവിലെ തന്നെ ചുണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കടയിൽ കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നേരെ പോയത് പച്ചക്കറി കടയിലോട്ടാണ്. എന്നിട്ട് കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അന്നേരം നിങ്ങളായിരിക്കും രാവിലെ ഇങ്ങോട്ടേക്ക് കെട്ടിപ്പറക്കൊണ്ട് പോകുന്നതെന്ന്. എൻ്റെ വീട്ടിലോട്ട് പോവാണ് മക്കളെ, എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും ചില്ലറ സാധനങ്ങളും വിച്ചുവിനുള്ള ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഒരു ചിക്കൻ കടയിലോട്ട് നിർത്തി. കാരണം ഞായറാഴ്ചയാണല്ലോ, ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളൊരു കോഴിയെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ചേട്ടൻ അവിടെ ഭയങ്കര കോഴിയുടെ നേരെ നല്ല മൽപ്പിടുത്തമാണ്. അങ്ങനെ ഞാനും എൻ്റെ വിച്ചൂട്ടിനും ഓട്ടോയിലാണ് കേട്ടോ പോയത്. എനിക്ക് ഓർമ്മയില്ല, നിതീഷിൻ്റെ വണ്ടിയിലാണെന്ന് തോന്നുന്നു പോയത്. ഇത് ഏതോ ഒരു ഞായറാഴ്ചയാണ്, കഴിഞ്ഞ ഞായറാഴ്ചയൊന്നുമില്ല, കുറേ നാൾ മുന്നുള്ള ഒരു ഞായറാഴ്ച വ്ളോഗാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീടിനടുത്ത് എത്താറായി എന്നാണ്. ഈ കാടും മേടും പുല്ലും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മലയും കാടും പിന്നെ തോട്ടവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അത് ഈ ഒരു ചോക്കോപ്പൈ വാങ്ങിച്ച് ഇവന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇവനാണ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമേ അല്ല. പിന്നെ നമ്മൾ ദാണ്ട് ഈ കനാല് സൈഡിൽ കൂടെ ആണ് പോകുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ റോഡ്. ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ സരസ്വ അവിടെ ഉണ്ടായിരുന്നു. വിച്ചു പിന്നെ അമ്മയെ കണ്ടപ്പോൾ പിന്നെ അങ്ങ് മതിമറക്കുമായിരുന്നു. പിന്നെ നമ്മൾ ചിക്കുവിനെ അയച്ചു വിട്ടായിരുന്നു. അന്നേരം ചിക്കുവിൻ്റെ കൂടെ അവൻ കുറച്ച് നേരം കളിച്ച് പിന്നെ നേരെ കട്ടിൻ്റെ മണ്ടയിൽ കയറിയിരുന്നു കേട്ടോ. പിന്നെ അമ്മയോട് ഇച്ചിരി നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് കുറച്ച് ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയാലും ഞാൻ എപ്പോഴും ആലോചിക്കാം അമ്മയ്ക്കൊക്കെ കൊണ്ടുപോകണമല്ലോ എന്ന്. അന്നേരം അങ്ങനെ ഇടയ്ക്കൊക്കെ കൊണ്ടുവരും. കാരണം കറക്റ്റ് എണ്ണ ഒക്കെ ആണെങ്കിൽ കൊണ്ടുവരാൻ ഒക്കത്തില്ല കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പം അമ്മ ചക്കയൊക്കെ വറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുറച്ചൊക്കെ കഴിച്ച് പിന്നെ ഏതാണ്ട് ഇതെന്തുമായിരുന്നു, ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കൻ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തായിരുന്നു. അതും ഒക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച്. ചോറ് കഴിച്ചൊന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ ചിക്കൻ കറി വെച്ച് വീട്ടിൽ വന്ന ഉടനെ ചടിക്കറി അടുക്കളയിൽ കയറുന്ന സ്വഭാവക്കാരിയൊന്നുമല്ല ഞാൻ. കാരണം എപ്പോഴും അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ അന്നത്തെ ദിവസം ഫുള്ള് റെസ്റ്റ് എടുക്കലാണ് പതിവ്. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ മാത്രം കുറച്ച് നേരം വെച്ചുവിട്ടെന്നാണ്ട് ഇതുപോലെ ഇരുന്ന് കളിക്കാൻ കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പരിപാടിയാണ് ഇങ്ങനെ ഊഞ്ഞാലിരുന്ന് ആടുക എന്നുള്ളത്. ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ഫുള്ള് ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെ പിറ്റേന്നാണ് നമ്മൾ വീട്ടിലോട്ട് പോയത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല. ഉണ്ണിയപ്പം കൊടുക്കുന്നതുകൊണ്ടേ വിച്ചു ഒരു അങ്കമാടിയൊക്കെ ആയി കഴിയുമ്പോൾ ഇവിടെ ഒന്ന് സെറ്റിൽ ആവണം എന്നാണ് എൻ്റെ പ്ലാനിങ്. അതായത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.